വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ ഒരുങ്ങി ഞാനാണെങ്കിൽ പുറത്തിറങ്ങി ഗേറ്റും പൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നിന്നപ്പോൾ ഇതാ വണ്ടികളൊക്കെ ഇതാ നമ്മുടെ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മളെ ഇടിച്ചിടുന്ന രീതിയിലാട്ടോ ഓരോരുത്തരും വണ്ടിയും കൊണ്ട് പോകുന്നത്. ഇവിടെ കുഞ്ഞനാണെങ്കിൽ ഇങ്ങനെ എത്തി ഞാനിങ്ങി വന്നു എന്നും പറഞ്ഞിട്ടായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ അതുകൊണ്ടാണ് ഗേറ്റും പൂട്ടിയിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി നിന്നത്. ഇവിടെ നിന്ന് മണിക്കൂറുകളായിട്ട് ഈ മനുഷ്യൻ വന്നില്ല. അങ്ങനെ ഇതാ കുഞ്ഞൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഇതാ ഇന്ന് എവിടെ പോകുമെന്ന് വെച്ചാൽ നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ വരെ ഒന്ന് പോകണം, കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ ഡയറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടാട്ടോ. ഇത് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ പറയുന്നത് ഡയറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡയറ്റ് ചെയ്ത് നമ്മൾ വണ്ണമൊക്കെ ഒന്ന് കുറച്ചൊക്കെ വന്ന് പിന്നെയും ഫുഡ് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോൺ സ്റ്റെപ്പായിട്ട് ഫുഡ് അടിച്ചിട്ടേ ഇരിക്കും. പിന്നെ നമുക്ക് ഡയറ്റിങ് കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മനസ്സില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും. ഈ കുഞ്ഞൻ പറയും നമുക്ക് ഒരു വട്ടം വാങ്ങിക്കാടി, ഒരു വട്ടം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാടി എന്ന് പറയും. പിന്നെ അവസാനം മേടിക്കും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറ്റുമ്പോൾ നമ്മൾ പിന്നെയും കൊതിച്ച് മേടിക്കുമല്ലോ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഇനി കരിക്കോട് വന്നു കേട്ടോ. കരിക്കോട് വന്നിട്ട് നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സുപ്രീമിൽ. അങ്ങനെ കുറച്ച് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. എല്ലാരെങ്കിലും എല്ലായിടത്തും ഈ റേറ്റൊക്കെ ആണല്ലോ. എനിക്ക് റേറ്റ് കൂടിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ വല്ലാത്തൊരു തലകറക്കം പോലെയൊക്കെ വരും. നമ്മൾ എന്നാലും നമ്മുടെ അത്യാവശ്യത്തിന് നമ്മൾ പിന്നെ മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ റേറ്റ് നോക്കിയിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ അവിടുന്ന് പിന്നെ കുറച്ച് തൈര്, പാല് നോക്കിയപ്പോൾ പാലില്ലായിരുന്നു. കവറിൻ്റെ പാലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരും യോഗട്ടൊക്കെ മേടിച്ചു കേട്ടോ. യോഗട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നീട് കൂടുതൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ബോട്ടിലാണ്, അങ്ങനെ ചെറുതാണ് എടുത്തത്. പണ്ടൊക്കെ എനിക്ക് യോഗട്ടും ഈ തൈരും ഒന്നാണെന്നാട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്നാൾക്ക് വേറെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടും രണ്ടാണെന്ന്. അങ്ങനെ എന്തോ രണ്ടും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ബോട്ടിൽ ഞാൻ നോക്കി, പക്ഷെ വലുതൊന്നുമില്ല. ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആട്ടോ ഇരിക്കുന്നത്. നമ്മളന്നേരം പറഞ്ഞു കുഞ്ഞിനെ അങ്ങനെ നമ്മൾ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇനി മേടിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇതാ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നമുക്ക് രാത്രിയിലേക്ക് സലാഡും രാവിലെ ആയാലും സലാഡൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. മൂവാണ്ട മാങ്ങ ഇവിടെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ മൂവാണ്ട മാങ്ങ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് കഴിക്കുന്ന അവിടെ കായംകുളത്ത് നിൽക്കുന്ന സമയത്തായിട്ടോ. അവിടെ ഈ അപ്പിമാരുടെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. എൻ്റെ കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് നീ മാങ്ങ എടുത്ത് തരണേന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇതാ എൻ്റെ ഈ ഒരു മാങ്ങ എനിക്ക് ഫേവറേറ്റ് ആട്ടോ. സംഭവം കുഞ്ഞ് മാങ്ങയാണ്, നമ്മളിങ്ങനെ ചപ്പി കഴിക്കത്തില്ല, ആ ഒരു മാങ്ങയാണ്. പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ എനിക്കൊന്നും അധികം പഴുത്തിട്ടില്ല, പക്ഷെ നല്ല ചതവ് ഉള്ളതുപോലെ തോന്നി. ഞാൻ മേടിച്ചിട്ട് നല്ല റേറ്റ് ഉണ്ട്, 300 സംതിങ് എങ്ങാണ്ടാണ് 1 kg കേട്ടോ. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല, ഞാൻ അവിടെ അങ്ങ് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അവക്കാഡോ ഒക്കെ എടുത്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ അതും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന അവക്കാഡോ. ഒരെണ്ണേ എടുത്തുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചു. അതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓരോന്നും പിന്നെ പോയി എടുത്തെടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ 2 ചോളമൊക്കെ മേടിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ ബില്ലൊക്കെ അടിച്ച് ഇതാ ഇങ്ങോട്ട് വന്നു. കേക്കിൻ്റെയൊക്കെ സെക്ഷൻ, എൻ്റെ പൊന്നെ, എനിക്ക് കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്രീം കേക്കൊക്കെ. ഒരുപാടങ്ങ് കഴിക്കണമെന്നില്ല, ആ ഒരു ടേസ്റ്റിൽ നമ്മൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മധുരം അധികം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ പറഞ്ഞു കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചോ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പബ്സ് അല്ല, ഒരു റോള് പോലത്തെ ചിക്കൻ്റെ അല്ല ബീഫിൻ്റെ മേടിച്ചു. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇതാ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ വന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തിങ്ങി വന്നപ്പോഴേ നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന്, ഇത്രയും വെയിറ്റ് എടുക്കരുത് എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ ആളെടുത്തോണ്ട് വരും കേട്ടോ. ഞാൻ പറഞ്ഞു കുറേശ്ശെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കേൾക്കാണ്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് ആ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓരോ സാധനങ്ങളും വരുമ്പോഴേ ഞാൻ എടുത്ത് നോക്കും കേട്ടോ, എല്ലാം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പാലിവിടെ വന്ന് 3-ാം കുറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലെല്ലാം കൂടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ അപ്പോഴേ തന്നെ ഞാൻ പിന്നെ കൈയോടെ അങ്ങ് ഫ്രിഡ്ജിലങ്ങ് വെക്കും, ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ വിട്ടുപോകും കേട്ടോ. ഒരു വട്ടം ഞാൻ പാല് വാങ്ങിച്ചിട്ട് ഇതുകൊണ്ട് കവറിനകത്താക്കി വെളിയിൽ തന്നെ വെച്ചിരുന്നു. 2-3 കവർ പാലുണ്ടായിരുന്നു.
3 ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു, പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തൈരൊക്കെ ആക്കിയെടുത്തതാണ് കേട്ടോ. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം വരുമ്പോൾ സാധനങ്ങൾ അപ്പോഴേ അതാത് സ്ഥലത്തങ്ങ് എടുത്ത് വെക്കും. പാലും ഒക്കെ തൈരോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അതെടുത്ത് അപ്പോഴേ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ എല്ലാം സെപ്പറേറ്റ് മാറ്റിയൊക്കെ വെച്ചും ഒരുപാട് ഇങ്ങനെ കിടക്കുമ്പോൾ ചൂടടിച്ചിട്ട് അത് അഴുകി പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ കൈയോട് വെക്കുവാണെങ്കിൽ വെക്കും, ഇല്ലെങ്കിൽ എനിക്ക് മടിയുള്ളൊരു കുട്ടി തന്നെയാണ് ഞാനും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മടികളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അന്നേരേ അങ്ങ് ചെയ്യുന്നതാണ്. നമ്മളെക്കുറിച്ച് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് കൈയോടെ അതങ്ങ് ചെയ്യും കേട്ടോ. പിന്നീട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, എനിക്ക് ക്ഷമ ചോദിക്കാനുണ്ട് ഒരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനോടാട്ടോ. അതായത് അനാമികയുടെ മകനായ സനുവിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ മാസങ്ങളായ കേട്ടോ, ഫെബ്രുവരി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ കമൻറ്റ് കണ്ടത് ഇന്നലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും സങ്കടം വന്നു. എന്താണെന്നറിയത്തില്ല, ഞാനത് കണ്ടതേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ആ ഒരു ബെഡ് റെസ്റ്റ് എടുത്തിരുന്ന സമയത്തായിരുന്നു തോന്നുന്നു ആ ഒരു കമൻറ്റ് വന്നിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ട്, അതേപോലെ ശരീരത്തിന് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നതേ ഇല്ലായിരുന്നു. കമൻറ്റ് കാണുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ കമൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്തോറും അത് താഴോട്ട് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനെ ഈ ഒരു കമൻറ്റ് അത് നമ്മുടെ ഒരു പഴയൊരു വീഡിയോയ്ക്കായിരുന്നു ഈ ഒരു കമൻറ്റ് വന്നത്. പുതിയ വീഡിയോയ്ക്ക് കമൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളത് കാണും. അങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാവരുടെയും വിശ്വാസമൊക്കെ അറിയിക്കുന്നത്. ഇതുവരെ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ചിലവർ അന്നത്തെ ദിവസം പറയുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം ക്ഷമിക്കണം കേട്ടോ, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ സനിമോന് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറ്റിയില്ല. പക്ഷേ സനിമോനിന് എൻ്റെ ഒരു ഹായ് ഉണ്ട്, പിന്നെ എൻ്റെ ഒരു ഒരു ഉമ്മയുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യമാണ്. നമുക്ക് പറഞ്ഞിട്ടും എനിക്കത് അറിയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഇപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്ഷമ ചോദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് ഡപ്പയിലൊക്കെ ആക്കി അങ്ങനെ വെച്ചു. ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ആയാലും സെപ്പറേറ്റ് എല്ലാം മാറ്റി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഉള്ളത് ഞാൻ കഴിച്ചിട്ടല്ല, നമ്മൾ ഫുഡൊക്കെ എടുത്തതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് പോയിട്ട് വന്ന് ഇപ്പം കൊണ്ടുവന്ന പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീടായിട്ടോ കഴുകിയത്, കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു ഉച്ചയ്ക്കൊക്കെ. അങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴുകാനൊന്നും നിന്നില്ലായിരുന്നു. പിന്നെ രാത്രിയിൽ വന്നിട്ടാണ് കഴുകിയത്. പിന്നെ നമ്മൾ രാത്രിയിൽ ഇനി വേറെ നമ്മളൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ ഒരു റോളിൻ്റെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിൻ്റെ. അപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രിയിൽ ഇനി ഹെവി ഫുഡുകളൊന്നും ഉണ്ടാക്കി കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു, മാങ്ങ. അപ്പോൾ കുഞ്ഞനായിരുന്നു ഷേക്ക് അടിക്കാൻ നിന്ന്. അവിടെ പാലൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് തീർച്ച അവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇരട്ടി പണിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷേക്ക് അടിച്ചു. മാങ്ങയുടെ ചെറിയ നാര് പോലെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു എന്താ പറയുക, മാങ്ങാണ്ടി എന്ന് പറയത്തില്ലേ, അങ്ങനെയല്ലേ എല്ലായിടത്തും പറയുന്നത്. എനിക്ക് വല്ലയിടത്തൊക്കെ ചീത്തയാണോ എന്ന് അറിയത്തില്ല, നമ്മളിവിടെയൊക്കെ അങ്ങനെയായിട്ട് പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് അതിനകത്ത് നിന്ന് ആ ഒരു നാരും കൂടെ, അതും അധികം നല്ല പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വെച്ച് പഴുക്കാനുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് നാര് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം പാല് വീണ് നമ്മൾ കൈയോടെ തുടച്ചിലേക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് വെള്ളം തൊട്ടൊക്കെ ഒന്ന് തുടച്ചെല്ലാം വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.